ചിഞ്ചുവും മാന്ത്രിക മുട്ടയും. ഒരിക്കൽ ഒരു കൊച്ചു കാട്ടിൽ ചിഞ്ചു എന്നൊരു അണ്ണാൻകുട്ടി ജീവിച്ചിരുന്നു. ചിഞ്ചുവിന് കളിക്കാനും ഓടി നടക്കാനും വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം കാട്ടിലൂടെ ഓടി കളിക്കുമ്പോൾ ഒരു വലിയ തിളങ്ങുന്ന മുട്ട ചിഞ്ചു കണ്ടു. മുട്ടയ്ക്ക് മഴവിൽ നിറങ്ങളായിരുന്നു. ചിഞ്ചുവിന് അത്ഭുതം തോന്നി. ഇതെന്ത് മുട്ടയാണിത്? ഇത്രയും മനോഹരമായ മുട്ട ഞാൻ കണ്ടിട്ടേയില്ല, ചിഞ്ചു പറഞ്ഞു. ചിഞ്ചു ആ മുട്ടയെടുത്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അമ്മ അണ്ണാനോട് മുട്ടയെക്കുറിച്ച് പറഞ്ഞു. അമ്മ അണ്ണാൻ പറഞ്ഞു, ഇതൊരു മാന്ത്രിക മുട്ടയാണ്. ഇതിലെന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇത് പൊട്ടാൻ സമയമാകുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ചിഞ്ചു ആകാംക്ഷയോടെ കാത്തിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം മുട്ടയിൽ നിന്നും ഒരു ചെറിയ ശബ്ദം കേട്ടു. മുട്ട പതിയെ പൊട്ടി. അതിൽ നിന്നും ഒരു ചെറിയ ചിറകുള്ള പൂച്ചക്കുഞ്ഞ് പുറത്തു വന്നു. പൂച്ചക്കുഞ്ഞിന് മഴവിൽ നിറങ്ങളായിരുന്നു. ചിഞ്ചുവും പൂച്ചക്കുഞ്ഞും നല്ല കൂട്ടുകാരായി. അവർ ഒരുമിച്ച് കളിച്ചു, ഓടി നടന്നു, കാട്ടിലെ എല്ലാ രഹസ്യങ്ങളും കണ്ടെത്തി. പൂച്ചക്കുഞ്ഞിന് പറക്കാൻ കഴിയുമായിരുന്നു. ചിഞ്ചുവിനെ പൂച്ച തന്റെ പുറത്തിരുത്തി കാട് മുഴുവൻ പറത്തി കാണിച്ചു കൊടുത്തു. ഒരു ദിവസം കാട്ടിൽ വലിയൊരു കാറ്റടിച്ചു. മരങ്ങൾ ഒടിഞ്ഞു വീണു. പക്ഷികളുടെ കൂടുകൾ തകർന്നു. ചിഞ്ചുവും പൂച്ചക്കുഞ്ഞും പേടിച്ചു വിറച്ചു. അപ്പോൾ പൂച്ചക്കുഞ്ഞ് തന്റെ മാന്ത്രിക ചിറകുകൾ ഉപയോഗിച്ച് കാറ്റിൽ പറന്നുയർന്നു. ചിഞ്ചുവിനെയും മറ്റു മൃഗങ്ങളെയും സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ചു. എല്ലാവരും പൂച്ചക്കുഞ്ഞിന് നന്ദി പറഞ്ഞു. ചിഞ്ചുവിന് തന്റെ കൂട്ടുകാരനെ ഓർത്ത് അഭിമാനം തോന്നി. മാന്ത്രിക മുട്ടയിൽ നിന്നും വന്ന പൂച്ചക്കുഞ്ഞ് കാട്ടിലെ എല്ലാവരുടെയും രക്ഷകനായി മാറി. അവർ എന്നും സന്തോഷത്തോടെ ജീവിച്ചു. നമ്മൾ നല്ല കൂട്ടുകാരെ ഉണ്ടാക്കിയാൽ അവർ നമ്മളെ സഹായിക്കും. നമ്മൾ എല്ലാവരെയും സ്നേഹിച്ചാൽ എല്ലാവരും നമ്മളെയും സ്നേഹിക്കും.